ഹലോ ഡിയർ +1 മക്കളെ, നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ. നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ക്ലാസ്സസും ഒക്കെ ആയിട്ട് അങ്ങ് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും +1ൻ്റെ ടോപ്പിക്സ് നമ്മുടെ ചാനലിൽ ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വർക്ക് എനർജി പവർ, ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് വരുന്നത് വർക്ക് എനർജി പവർ ആണല്ലോ. വർക്ക് എനർജി പവറിൻ്റെ ടോപ്പിക്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാം വെച്ചിട്ടുള്ളൊരു വീഡിയോ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വർക്ക് എനർജി പവറിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ റൊട്ടേഷണൽ മോഷനാണ്. റൊട്ടേഷണൽ മോഷനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഡെറിവേഷൻസ് ഉള്ളതും ഗ്രാവിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഗ്രാവിറ്റേഷൻ പഠിക്കാം, അതിനുശേഷം നമുക്ക് റൊട്ടേഷണൽ മോഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷനകത്ത് നിങ്ങൾക്കറിയാം ഏതാണ്ട് ഒരു 7-8 മാർക്കിന് വരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഗ്രാവിറ്റേഷനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസ് അല്ലേ, അതുപോലെ തന്നെ കെപ്ലേഴ്സ് ലോസും. അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്, മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി, അങ്ങനെ കുറേ ഡെറിവേഷൻസ് ഒക്കെ വരുന്നൊരു ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് മാത്രമല്ല ന്യൂമറിക്കൽസും വരുന്ന ഒരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് എന്താണ്? ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ പലർക്കും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടതെന്നുള്ളതും അതിനകത്ത് നിന്ന് പിന്നെ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു സംശയം വരുന്നത്. അപ്പോൾ ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്കറിയാം, ഒരു ആപ്പിൾ താഴേക്ക് വീണപ്പോഴാണ് ന്യൂട്ടൺ ചിന്തിച്ചത് ഇതെന്തുകൊണ്ടാണ് ആപ്പിൾ മുകളിലേക്ക് പോകാതെ താഴേക്ക് വീഴുന്നത് അല്ലേ. അതിൽ നിന്നാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ലോ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നോക്കാം. നമുക്കിവിടെ 2 ബോഡീസ് ഉണ്ട്. ഫസ്റ്റ് ബോഡിയുടെ മാസ് m1ഉം രണ്ടാമത്തെ ബോഡിയുടെ മാസ് m2 ആണെന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് r എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ എവ്രി ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എവ്രി ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവ്രി അതർ ബോഡീസ് വിത്ത് എ ഫോഴ്സ്. എല്ലാ ഒബ്ജക്ട്സ് തമ്മിലും ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോഴ്സിന് എന്ത് പറയാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അട്രാക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു ബോഡി മറ്റൊരു ബോഡിയെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്, അതായത് m1 into m2, ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ്. ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? പ്രോഡക്റ്റ് ഓഫ് ദ മാസിന് പ്രൊപ്പോർഷണലാണ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പം നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വന്നു കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം അല്ലേ. അതായത് F is equal to G എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് കൊടുക്കുന്നത്, m1 m2 by r². എന്താണ് ഈ G എന്ന് പറയുന്നത്? G is called gravitational constant. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് G എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് G. ഓക്കെ, ഈ ജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂ കണ്ടുപിടിച്ചത് കാവൻഡിഷ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കാവൻഡിഷ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ പറയുന്നത്. എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്താണ് ജിയുടെ വാല്യൂ, എന്താണ് അതിൻ്റെ യൂണിറ്റ്, എന്താണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? F is equal to G m1 m2 by r² എന്നുള്ള ഇക്വേഷൻ കിട്ടിയല്ലേ. ഈ ഇക്വേഷനാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല എഴുതേണ്ടത്, അതിൻ്റെ ഒപ്പം എന്തും കൂടെ എഴുതണം, ആ ഇക്വേഷനും കൂടെ എഴുതണം. അതായത് F proportional to m1 m2 by r² or F is equal to G into m1 m2 by r² where G is called the universal gravitational constant. ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. ഏത് ലോ ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ജിയുടെ ഇക്വേഷൻ ജിയുടെ ഡയമെൻഷണൽ ഫോർമുലയും അതിൻ്റെ യൂണിറ്റും ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും ഈ F is equal to G m1 m2 by r² എന്നുള്ള ഇക്വേഷനിൽ നിന്നും നമുക്ക് എങ്ങനെ G കണ്ടുപിടിക്കാം? G അവിടെ വെക്കുക, എന്നിട്ട് ഈ r² ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ F r², എന്നിട്ട് m1 m2 ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക. അപ്പോൾ എന്താണ് ഇക്വേഷൻ വന്നത്? F r² by m1 into m2 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം എഫിൻ്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? മീറ്റർ സ്ക്വയർ ആണ്.
ഡിവൈഡഡ് ബൈ മാസ് m1 ഇൻറ്റു m2. എന്താണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്? കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പോൾ ജിയുടെ യൂണിറ്റ് എന്താ വന്നിരിക്കുന്നത്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ G, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാമല്ലോ. ഇതെന്നെ വെച്ചിട്ട് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചേ. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരുന്നു? mL(T⁻² ഇൻറ്റു r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ് വരിക? L² എന്ന് വരും, ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു m2, ദാറ്റ് ഈസ് m1 m2 മാസ് അല്ലേ? മാസ് എന്ന് പറയുമ്പോൾ m² എന്ന് എടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ കട്ടായിപ്പോയി? ഇവിടുത്തെ ഒരു മാസും ഇവിടുത്തെ ഒരു മാസും കട്ടായിപ്പോയി. അപ്പോൾ എന്താ വരിക? ഈ മാസ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ m⁻⁻1. ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L² ഉണ്ട്. അപ്പോൾ L³ എന്ന് വരും, ദെൻ T⁻². m⁻⁻1 L³ T⁻² ആണ് ഡയമെൻഷണൽ ഫോർമുല ഫോർ ക്യാപിറ്റൽ ലെറ്റർ G. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇനി കാവൻഡിഷ് എക്സ്പെരിമെൻറ്റിലൂടെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഇത്രയായിരുന്നു. 6.67 ഇൻറ്റു 10⁻⁻11 ആണ് ജിയുടെ വാല്യൂ. അപ്പോൾ യൂണിറ്റും കൂടെ ചേർത്ത് എഴുതുവാണെങ്കിൽ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇതാണ് ഇതുണ്ടോ Newton's law of gravitation. This law states that every particle of matter in the universe attracts each other with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ആ ഗ്രാഫ് വരച്ചു, എന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളും എഴുതി അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്: യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ബോഡി ഉണ്ട്, മാസ് m1 അല്ലേ? ഇവിടെ മറ്റൊരു ബോഡി ഉണ്ട്, മാസ് m2. ഓക്കെ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ r ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ m2 ബൈ m1 എന്ന് വെച്ചാൽ m1 m2യിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, m1 m2യിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഞാനത് എടുക്കുകയാണ്, F21 എന്ന് കൊടുക്കുകയാണ്. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ F21 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്? Gm1 m2 ബൈ r² ആണ്. പക്ഷെ നമ്മൾ ഇത് മാത്രം എഴുതുകയാണെങ്കിൽ എന്താണ് അവിടെ? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്, കാരണം അതൊരു വെക്റ്റർ ആവുന്നില്ല. m1ഉം m2ഉം r ഒക്കെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ വെക്റ്റർ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് മാറാതെ ഒരു വാല്യൂ നമ്മൾ വെക്റ്റർ ആക്കണമെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു യൂണിറ്റ് വെക്റ്റർ കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന യൂണിറ്റ് വെക്റ്റർ ഇതാണ്, r21 ക്യാപ് എന്ന് കൊടുക്കുകയാണ്. യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഷണൽ പ്ലെയിനിൽ. എന്താണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ whose magnitude is 1 and the direction is in the direction of the given vector. അപ്പോൾ Gm1 m2 by r² into r21 ക്യാപ്പ് ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. ഏത്? m2യിലേക്ക് m1 കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച് m2 m1ലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് അത് നമുക്ക് F12 എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു Gm1 m2 ബൈ r² ഇൻറ്റു r12 ക്യാപ്പ് അല്ലേ? ഓക്കെ, എന്താണ് ഈ r21 ക്യാപ്പും r12 ക്യാപ്പും? അതിനെന്താ പറയുന്നത്? പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയും അല്ലേ? ഫസ്റ്റ് ബോഡിയിൽ നിന്ന് സെക്കൻഡ് ബോഡിയിലേക്കുള്ള പൊസിഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ബോഡിയിൽ നിന്ന് ഫസ്റ്റ് ബോഡിയിലേക്കുള്ള പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ r21 ക്യാപ്പ് ഇങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക, r21 ക്യാപ്പ് ഇങ്ങോട്ടേക്കും r12 ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കുമാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സ് F21 ഇങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക, F12 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ r21 ക്യാപ്പും r12 ക്യാപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സും എങ്ങനെ എഴുതാം? F21 is equal to മൈനസ് F12 എന്ന് കൊടുക്കാം. കാരണം ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്നുള്ളത് കാണിക്കുകയാണ് ആ നെഗറ്റീവ് സൈൻ. ഈ എക്സ്പ്രഷനാണ് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൻ്റെ തേർഡ് ലോ അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ വൺ ബോഡി, എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ബോഡി ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മറ്റൊരു ബോഡി ഇങ്ങോട്ടേക്കാണ്
ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അത് ലോസ് ഓഫ് മോഷനിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ F21 ഈക്വൽസ് മൈനസ് F12 എന്ന് കിട്ടി എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തത്? ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെക്റ്റേഴ്സായിട്ട് ഇക്വേഷൻ എഴുതി, എന്നിട്ട് R12 ക്യാപ്പും R21 ക്യാപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിച്ചു. അപ്പോൾ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിച്ചു. എന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ അത് ഒബേ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത്രയേ ഉള്ളൂ. കണ്ടോ? ഇതാണ് നമ്മൾ ചെയ്തത്. ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഫോഴ്സസ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വെച്ചിട്ട് CBSE സ്റ്റുഡൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് സ്റ്റുഡൻസിന് ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് വളരെ ചുരുക്കം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, 1-2 കൊല്ലമൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രിൻസിപ്പിൾ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബോഡി ഉണ്ട്, M0 എന്ന ബോഡിയാണെന്ന് വിചാരിക്കുക. ഈ ബോഡിയെ ചുറ്റി മറ്റു കുറേ ബോഡീസ് ഉണ്ട്, അതായത് M1, M2, M3 എക്സെട്ര MN എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ബോഡീസ് ഉണ്ട്. ഓരോ ബോഡിയും എന്ത് കൊടുക്കുന്നുണ്ടാവും? ഇതിലേക്കൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും, ഇവർ തമ്മിലുണ്ടാവും, അതുപോലെ തന്നെ എന്ത് ബോഡി തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ force acting on, അല്ലെങ്കിൽ the net force acting on this body which is surrounded by the individual body, surrounded by another bodies, is equal to the vector sum of the forces exerted by other bodies. മനസ്സിലായോ? ഓരോ ബോഡിയും ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എടുക്കുക, ആ ഫോഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെക്റ്റർ സം എടുക്കണം. എന്തുകൊണ്ടാണ് വെക്റ്റർ സം എടുക്കണം എന്ന് പറയുന്നത്? കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി which is surrounded by other bodies is equal to the vector sum of the forces exerted by the individual bodies. മനസ്സിലായോ? ഓക്കെ, കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? യെസ്, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ബോഡീസ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ എ പോയിന്റ് മാസ്. പോയിന്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കിരിക്കുന്ന കുഞ്ഞു ബോഡിയാണ് പോയിന്റ് മാസ് എന്ന് പറയുന്നത്. Due to number of other point masses is equal to the vector sum of the gravitational forces due to the individual masses. അപ്പോൾ ഫസ്റ്റ് ബോഡി കാരണം ആ സെൻറ്ററിൽ കൊടുക്കുന്ന ഉള്ള ബോഡിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, പ്ലസ് രണ്ടാമത്തെ ബോഡി കാരണം കൊടുക്കുന്ന ഫോഴ്സ്, പ്ലസ് മൂന്നാമത്തത് കൊടുക്കുന്നത്, പ്ലസ് എക്സെട്ര, പ്ലസ് nth ബോഡി കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. വെക്റ്റർ സം നമ്മൾ മോഷൻ്റെ പ്ലെയിനിൽ പഠിച്ചല്ലോ അല്ലേ? പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷൻ, ട്രയാങ്കിൾ ഓഫ് എക്സ്ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം ഇത് പറയാനായിട്ട്. ഓക്കെ, അത്രയാണുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ചൊരു തിയറി ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ഫോം ചെയ്യും അല്ലേ? ഒരു ബോഡി ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തിരിച്ച് ഈ ബോഡി ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അത് തന്നെയല്ലേ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ഫോം ചെയ്യാണ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ഒരു ബോഡി, രണ്ട് ബോഡീസിൻ്റെ, ഒരു ബോഡിയുടെ സെൻട്രൽ നിന്ന് മറ്റൊരു ബോഡിയുടെ സെൻറ്ററിലേക്കാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ഇൻ്റർവീനിങ് മീഡിയം. ഇതിൻ്റെ നടുക്ക് ഏതെങ്കിലുമൊക്കെ മീഡിയം ഉണ്ടെങ്കിൽ ഒന്നും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യത്തില്ല. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, now it does not depend on the presence of other bodies. മറ്റു ബോഡീസ് എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഒന്നും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ ഇൻ ദ കേസ് ഓഫ് സ്മോൾ ബോഡീസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളിപ്പോൾ ചെറിയൊരു കേസ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എർത്തും ഒരു ചെറിയ ഒബ്ജക്റ്റും എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വളരെ നെഗ്ലിജിബിളാണ്. നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. എത്ര ദൂരം വരെ വേണമെങ്കിലും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര ഹൈറ്റിൽ നിന്ന് വീഴുന്ന സാധനങ്ങളാണെങ്കിൽ നേരെ എർത്തിലേക്ക് വന്ന് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമാണ്. അപ്പോൾ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. എത്ര ദൂരം വരെ വേണമെങ്കിലും ഈ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ വീക്ക് ഫോഴ്സ് അല്ലേ? 4 ബേസിക് ഫോഴ്സസ് ആണ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്,
വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് വീക്ക് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഒബ്ജക്റ്റിലേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ, നമുക്കൊരു സ്ഥലത്ത് അടങ്ങി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്? The work done by the force does not depend on the path. അതായത് എങ്ങനെയാണെങ്കിലും ഏത് പാത്തിൽ കൂടെ ആണെങ്കിലും വർക്ക് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. മറ്റൊരു ഫോഴ്സിന് എന്താ പറയുന്നത്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതൊക്കെയാണ്. അടുത്ത എന്താ നോക്കൂ, എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ഇൻ സപ്പോർട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് എന്താണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ളതിന് ഉള്ള തെളിവ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. ഒന്നുമില്ല, നമ്മളിവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമുക്ക് എഴുതാൻ കഴിയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ടൈഡ്സ് ഉണ്ടാവുന്നത്, അതായത് ഓഷ്യൻസിൽ ടൈഡ്സ് ഉണ്ടാവുന്നത്, റെയിൻഫോൾ ഉണ്ടാവുന്നത്, സ്നോഫോൾ ഉണ്ടാവുന്നത്, ഇതെല്ലാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ദെൻ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ ഏതൊരു ഒബ്ജക്റ്റും പിന്നെന്താണ് ഈ ചുറ്റുന്നത് ഒക്കെ എന്താണ്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അത് കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. എന്ത് കാര്യങ്ങളാണെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് ഇതിനകത്ത് വരുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്നും അതിൻ്റെ ഇക്വേഷനും പിന്നെ അതിൻ്റെ വേരിയേഷൻസും അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്കത് പഠിക്കാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് വിത്ത് ഡെപ്ത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അതിനകത്തുനിന്ന് ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ നമ്മുടെ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് +1-ൻ്റെ 2 ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഫുൾ ടോപ്പിക്കുള്ള നോട്ട്സ്, +1-ൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും 2 ഇതായിട്ട് ഫുൾ ടോപ്പിക്കിൻ്റെ PDF നമ്മുടെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ നമ്മുടെ വാട്സപ്പിൽ ക്ലിയർ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ത്രൂ നോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ നോട്ട്സ് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ, നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഇനി ഇതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെ ബോർഡ് എക്സാമിന് മുന്നേ ആയിട്ട് ഫുൾ ടോപ്പിക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ക്രിസ്മസ് എക്സാമിനേഷന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനുള്ള ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും ന്യൂമറിക്കൽസിൻ്റെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ സീനിയേഴ്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ചാനലുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഉള്ളവർക്കുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. പ്രാക്ടിക്കലിൻ്റെ എല്ലാ വീഡിയോസ്, എല്ലാ എക്സ്പെരിമെൻറ്റ്സും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സസ് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.